ഞാൻ പ്രൊമോഷൻ്റെ സമയത്താണെങ്കിലും ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത വേളയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കെല്ലാം ഒരു വളരെ അനുഭവവേദ്യമാകുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇതെന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ പി ആർ ആണെങ്കിൽ പോലും പലപ്പോഴും ഇത് പറയാറുണ്ട്, ഒരു പിതാവ് ഒരു ഗൾഫിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് സ്വന്തം കുടുംബത്തിൽ അന്യനാകുന്ന അല്ലെങ്കിൽ അപരിചിതനാകുന്ന ഒരു കഥയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമോഷണലായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും എല്ലാവരുടെയും വീടുകളിൽ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കോർത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സിനിമ എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഐശ്വര്യ നമ്പ്യാരാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡോക്ടർ സുരേഷ് പ്രതിമാണ്. അവരുടെ രണ്ട് കുട്ടികളുണ്ട്, കെവിൻ, ഇവാൻ. നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല. ഇവർ അത്രമാത്രം നന്നായിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ഒരു അനുഭവമാകുന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് 2-3 സിനിമകളുടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സിനിമ പറയാൻ നമ്മുടെ കണ്ടന്റ് മാത്രമേ നമുക്ക് സെല്ലിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ളൂ. അപ്പോൾ അതിപ്പോൾ പടം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ഫാമിലിക്ക് അകത്തുള്ള ഒരു ഇമോഷനാണ്. പക്ഷേ ആ ഇമോഷൻ ആരും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ത്രൂ ഔട്ട് ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയിലും ഫാമിലി ബന്ധത്തിനകത്തുള്ള ഒരു മാറ്റി വെച്ചിരുന്ന ഒരു ഇമോഷൻ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഇമോഷൻസിൽ മാത്രമാണ് നമ്മുടെ കോർ കണ്ടന്റായിട്ട് നമ്മുടെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനകത്തുള്ള ബോണ്ടിങ്ങിനകത്ത് ഈ ഇമോഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം സിനിമ കഴിഞ്ഞ് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ദയവേത് എല്ലാവരും സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.